അയ്യോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാം 2024 സെറ്റ് എക്സാമിലെ ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പെഡഗോജി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് അസ്യൂംസ് ദാറ്റ് children have no innate ability to learn the language and rely on operant conditioning to form and improve their understanding and use of it. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുവാ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് എന്നറിയണം. അത് ഏത് സ്കൂൾ ഓഫ് സ്റ്റഡിയിലാണ് വരുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, ക്രിട്ടിക്കൽ പെഡഗോജി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബിഹേവിയറിസം ആണ്. ഓർക്കേണ്ട കാര്യം, ബിഹേവിയറിസം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? BF സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബിഹേവിയറിസം. അതിനുള്ളിലാണ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് ഒക്കെ വരുന്നത്. He believes that children learn by observing and mimicking others and their language development is shaped by rewards and punishment. ഒരു കുട്ടി ഒരു കാര്യം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോത്സാഹനം, ഒരു റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ആ വാക്ക് തെറ്റായിട്ട് പറയുന്നതിന് പകരം ശരിയായിട്ട് പറയാൻ ശ്രമിക്കും. ഇൻ ഓർഡർ ടു അച്ചീവ് ദാറ്റ് പ്രൈസ് അഗെയിൻ. സോ അതാണ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിൽ വരുന്നത്. BF സ്കിന്നറും ബിഹേവിയറിസും. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി? ഹൂ ഈസ് ദി ഫൗണ്ടർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി? ഓപ്ഷൻസ്: പോളോ ഫ്രെയർ, BF സ്കിന്നർ, ഇവാൻ പാവ്ലോവ്, എഡ്വേർഡ് ടോൾമാൻ. ഒരാളെ നമുക്കിപ്പോൾ തന്നെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു BF സ്കിന്നർ ബിഹേവിയറിസം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കും ക്രിട്ടിക്കൽ പെഡഗോജി വരുന്നത്? ഓപ്ഷൻ എ പൗലോ ഫ്രെയർ ആണ്. പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വർക്കുണ്ട്, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ഒക്കെ. ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ഡാഷ് മെത്തേഡ് സ്റ്റുഡൻസ് ലേൺ grammatical rules and then apply those rules by translating sentences between the target language and the native language. സോ ഒരു ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിനെ നമ്മൾ നേറ്റീവ് ലാംഗ്വേജിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ലേഷനിലൂടെ, ഗ്രാമറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ പഠിക്കുന്ന മെത്തേഡിനെയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുക. അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഡയറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ, സിറ്റുവേഷണൽ. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വരുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ഈസ് യൂസ് ടു റെഫർ ടു ദി ഇഡിയോസിൻക്രസീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്പീക്കർ? സോ ഒരു ഇൻഡിവിജ്വൽ സ്പീക്കറിന് വരുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഡൈഗ്ലോസിയ, സോഷ്യോലെക്റ്റ്, ഇഡിയോലെക്റ്റ്, ഡയലക്റ്റ്. സോ അപ്പോൾ ഡയലക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. ഡൈഗ്ലോസിയ എന്താണെന്ന് അറിയുമായിരിക്കും. സോഷ്യോലെക്റ്റ്, ഇഡിയോലെക്റ്റിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു സംശയം വരിക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇഡിയോലെക്റ്റ് ആണ്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി യുണീക്ക് ആൻഡ് ഇൻഡിവിജ്വൽ വേ എ പേഴ്സൺ യൂസസ് ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് ദെയർ പ്രൊനൗൺസിയേഷൻ, വെക്കാബുലറി ആൻഡ് ഗ്രാമർ ചോയ്സസ്. സോ ഇപ്പോൾ വേറൊരാൾ ഓരോന്ന് പറയുമ്പോൾ, ഇപ്പോൾ സീറോ എന്ന് പറയുന്ന വേർഡ് അത് പലരും പല രീതിയിൽ, ചിലർ ജീറോ എന്ന് പ്രൊനൗൺസ് ചെയ്യും, ചിലർ സീറോ, ചിലർ സീറോ. ഇതിനെയാണ് ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. ഹൗ ഇൻ എ പെർട്ടിക്കുലർ വേ ആൻ ഇൻഡിവിജ്വൽ സ്പീക്കർ യൂസസ് ദെയർ ഓൺ ലാംഗ്വേജ്. പ്രൊനൗൺസിയേഷനും കാര്യമൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എസ് ഹോൺബൈ, ഹെറോൾഡ് പാൽമർ ആൻഡ് മിഷേൽ വെസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഒരു സ്കൂളാണ്. ഏത് ടീച്ചിങ് സ്കൂളിലാണ് അത് വരുന്നതെന്നാണ്. ഓപ്ഷൻ: സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ്, ദി ഓറൽ അപ്രോച്ച് ആൻഡ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ വിഷ്വൽ മെത്തേഡ്. സോ അപ്പോൾ ഈ 3 പേര്, AS ഹോൺബൈ, ഹെറോൾഡ് പാൽമർ, മൈക്കൽ വെസ്റ്റ് അല്ലെങ്കിൽ മിഷേൽ വെസ്റ്റ്, ഏതിലാണ് വരിക? ഓപ്ഷൻ ദി ഓറൽ അപ്രോച്ച് ആൻഡ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഒരു പ്രത്യേകതരം ടീച്ചിങ് രീതിയാണ് അവർ എംഫസൈസ് ചെയ്തിരുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷനെയും റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവർ ഓറൽ അപ്രോച്ച് ആൻഡ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ്: നോം ചോംസ്കി, ലെണാർഡ് ബ്ലൂംഫീൽഡ്, സെലിഗ് ഹാരിസ്, ക്ലിഫ് ഗോദ്ദാർഡ്.
കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് ഏതാന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ നോം ചോംസ്കി ആണ് കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. മറന്നു പോകരുത്, നോം ചോംസ്കി ആണ് കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ലാംഗ്വേജ് ഓർ ഡയലക്ട് ടു അനദർ ഡിപ്പെൻഡിങ് ഓൺ ദി സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓർ കോൺവെർസേഷണൽ സെറ്റിംഗ് ഇസ് കോൾഡ്. ഓപ്ഷൻസ് കോഡ് സ്വിച്ചിങ്, ബൈലിംഗ്വലിസം, കൺവേർഷൻ, ട്രാൻസ്ലേഷൻ. സോ ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. ഒരു ലാംഗ്വേജിൽ നിന്നും അടുത്ത ലാംഗ്വേജിലേക്ക് വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിപ്പെൻഡിങ് ഓൺ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ പറ്റുന്നതിനെയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുക. ഓക്കെ, ദി ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജ് ലേണേഴ്സ് first language on their production of the language they learn is called. Options L1 interference, code mixing, code exchange, L2 interference. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പുതിയൊരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അറിയുന്ന ഭാഷ അതിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ എന്തെന്നാ പറയുക? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ L1 ഇൻ്റർഫറൻസ് എന്നാണ്. L1 എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് 1 എന്ന് എടുക്കാം, മദർ ടങ്. ആ ഭാഷ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയിലോട്ട് നമ്മൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുന്നതിനെയാണ് L1 ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. L2 ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ L2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഏതാണോ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ലാംഗ്വേജ്, അതാണ് L2. ഇനി ഈ L1 ഇൻ്റർഫറൻസിന് തന്നെ വേറൊരു പേരുകൂടി പറയും, നെഗറ്റീവ് ട്രാൻസ്ഫർ എന്നാണ് L1 ഇൻ്റർഫറൻസിനെ പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേഷൻ ഓഫ് ദി എഫിക്കസി ഓഫ് എ പ്രോഗ്രാം ഓർ കോഴ്സ് അറ്റ് ഇറ്റ്സ് കൺക്ലൂഷൻ ഈസ് കോൾഡ്. അതൊരു ഇവാലുവേഷൻ മെത്തേഡിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഫോമാറ്റീവ് ഇവാലുവേഷൻ, സമ്മാറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ. ഓക്കെ, സോ ഏത് ടൈമിലാണ്? പല ടൈമിലും നമ്മൾ ഇവാലുവേഷൻസ് ചെയ്യാറുണ്ട്. തുടക്കത്തിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത്, ഏറ്റവും അവസാനം. അപ്പം അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം എഫിക്കസി ഓഫ് ദ പ്രോഗ്രാം ഓർ കോഴ്സ് എത്രമാത്രം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് അറിയണമെങ്കിൽ എപ്പോൾ മാത്രമായിരിക്കും ആ ടെസ്റ്റ് നടത്താൻ പറ്റുക? കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. ഒരു ഓവറോൾ ഔട്ട്കം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ പറയുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ടോട്ടൽ സമ്മിനെയാണ് നമ്മളവിടെ എടുക്കുന്നത്. So it will also help us to make improvements for the future programs. ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു സെക്കൻഡ് റൺ വരെയോ അടുത്ത് വീണ്ടും എടുക്കുമ്പോഴൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും സമ്മേറ്റീവ് ഇവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദി എക്സ്പോണൻറ്റ് ഓഫ് TG ഗ്രാമർ ഈസ്. അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് TG ഗ്രാമർ കൊണ്ടുവന്നത്? ഓപ്ഷൻസ് നോം ചോംസ്കി, ലെനോർഡ് ബ്ലൂംഫീൽഡ്, ജോസ് ട്രയർ, മിഷേൽ ഹാലിഡേ. സോ ആദ്യം TG ഗ്രാമർ എന്തുവാണ്? ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറിനെയാണ് TG ഗ്രാമർ എന്ന് പറയാം. സോ ആരാണ് TG ഗ്രാമറിൻ്റെ പ്രോമിനൻറ്റ് ഫിഗർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ എക്സ്പോണൻറ്റ്? നോം ചോംസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് CALL ഓർ കോൾ? സോ നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 എന്തായാലും കോളിൻ്റെ ഫീച്ചറാണ്, ഒരെണ്ണമാണ് കോളിൻ്റെ ഫീച്ചർ അല്ലാത്തത്. ഓപ്ഷൻസ് ബ്ലെൻഡഡ് ലേണിംഗ്, ഹൈബ്രിഡ് ലേണിംഗ്, ടെക്നോളജി മീഡിയേറ്റഡ് ലേണിംഗ്, ഇൻസ്ട്രക്ടർ സെൻറ്റേർഡ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ എന്തുവാ കോൾ എന്നാണ് ആദ്യം നോക്കേണ്ടത്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിങ്ങിനെയാണ് കോൾ എന്ന് അബ്രിവേറ്റഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഫുൾ ഫോം അറിയുന്നവർക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് പോകാൻ പറ്റും. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതൊരു ബ്ലെൻഡഡ് ലേണിംഗ് ആണ്, ഉറപ്പായിട്ടും അത് ബ്ലെൻഡഡ് ആയിരിക്കും. ഹൈബ്രിഡ് ലേണിംഗും ആണ്. ടെക്നോളജി മീഡിയേറ്റഡ് ആണ്. ടെക്നോളജി ഇല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ അവിടെ വരത്തില്ലല്ലോ. അപ്പോൾ അതെന്തല്ല? ഇൻസ്ട്രക്ടർ സെൻറ്റേർഡ് ലേണിംഗ് അല്ല നമ്മുടെ കോൾ അഥവാ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. സോ ഇതിൽ തന്നെ ഒരു ഫുൾ ഫോംസ് എഴുതാനായിട്ട് അബ്രിവേഷൻസ് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ എഴുതാനും കോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്
CLL, ദി ടീച്ചർ ആക്ട്സ് ആസ് എ, സോ അടുത്തൊരു പുതിയൊരു ലേണിംഗ് മെത്തേഡാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. അതിൽ ടീച്ചറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ലെക്ചറർ ആൻഡ് അഡ്വൈസർ, സൈലന്റ് ലിസ്ണർ, ക്ലൈൻറ്റ് ആൻഡ് കൊളാബറേറ്റർ, കൗൺസിലർ ആൻഡ് എ പാരാഫ്രൈസർ. സോ ഇതിൽ ആരാണ് CLL അഥവാ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ ടീച്ചർ ആരാണ്? സോ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ടീച്ചർ ഒരു കൗൺസിലർ ആണ്, ഓൾസോ എ പാരാഫ്രൈസർ. ഓക്കെ, സോ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ ടീച്ചർ ഒരു സപ്പോർട്ടിംഗ് ഫിഗർ ആയിരിക്കും. കുട്ടികളെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയാനും അതിനൊന്ന് പാരാഫ്രൈസ് ചെയ്യാനും, ഏതെങ്കിലും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു വേർഡ്, ഒരു ടഫായിട്ടുള്ളൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് അതിൻ്റെ ഒരു സിംപ്ലർ വേർഡ് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരിക്കും ടീച്ചർ. അതാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററാണ്, ഓൾസോ കൗൺസിലർ ആൻഡ് എ പാരാഫ്രൈസർ. അടുത്ത ക്വസ്റ്റ്യൻ: What is the name of the horseman mentioned in Sidney's Apology for Poetry? സോ അടുത്ത് നമ്മൾ ലിറ്ററേച്ചറിലോട്ട് കടന്നിരിക്കുവാണ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയിട്രിയിലെ ഹോഴ്സ്മാൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എഡ്വേർഡ് വോട്ടൺ, പിയറി പുഗ്ലിയാനോ, സ്റ്റീഫൻ ഗോസൺ, എഡ്മണ്ട് സ്പെൻസർ. സോ അപ്പോൾ ആർക്കെതിരെയായിട്ടാണ് നമ്മുടെ അപ്പോളജി ഫോർ പോയിട്രി എഴുതിയിട്ടുള്ളത്? സ്റ്റീഫൻ ഗോസൺ. സോ ആർക്കെതിരെ? ഹോഴ്സ്മാൻ എന്ന് പറയുന്നത് ആർക്കെതിരെയാണ്? ഹു വാസ് കൺസിഡേർഡ്, സ്റ്റീഫൻ ഗോസൺ ഹാസ് കൺസിഡേർഡ് പോയിട്രി ആസ് സംതിങ് അഗെയിൻസ്റ്റ് ദി നേച്ചർ. അത് ഹാംഫുൾ ആണ്, ഇമ്മോറൽ ആണെന്ന് പറഞ്ഞ ആളായിരുന്നു സ്റ്റീഫൻ ഗോസൺ. പുള്ളിക്കെതിരായിട്ടാണ് ആ പോയിട്രിയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഫിലിപ്പ് സിഡ്നി അപ്പോളജി ഫോർ പോയിട്രി എഴുതിയിട്ടുള്ളത്. What, according to Coleridge, is the living power and prime agent of all human perception? So കോൾറിഡ്ജിൻ്റെ ഐഡിയയിൽ എന്താണ് ലിവിങ് പവർ ആൻഡ് പ്രൈം ഏജൻറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: ഫാൻസി, സെക്കൻഡറി ഇമാജിനേഷൻ, പ്രൈമറി ഇമാജിനേഷൻ ഓർ പോയട്രി. സോ ഇവിടെ പ്രൈമറി ഇമാജിനേഷനാണ് ലിവിങ് പവർ ആൻഡ് പ്രൈം ഏജൻറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഇമാജിനേഷനെയും പുള്ളി പറയുന്നുണ്ട്. അതിനെന്താ പറയുന്നത്? ക്രിയേറ്റീവ് പവർ ഓഫ് പോയറ്റ്സിനെയാണ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സോ പ്രൈമറി ഇമാജിനേഷനാണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ളതും പ്രൈം ഏജൻറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ. അതാണ് ഏറ്റവും വലുത്. സെക്കൻഡറി ഇമാജിനേഷൻ ഉള്ളത് പോയറ്റ്സിനാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു T.S. Eliot, ഷേക്സ്പിയർ acquired more essential history from Plutarch than most men could from the whole. ബ്രിട്ടീഷ് മ്യൂസിയം, വേൾഡ് ഹിസ്റ്ററി, ക്രോണിക്കിൾസ്, യൂറോപ്യൻ ഹിസ്റ്ററി. സോ T.S. Eliotൻ്റെ ഒരു കോട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. അതെവിടെ നിന്നുമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു രീതിയിലാണ് ചോദിച്ചിരുന്നത്. പ്ലൂട്ടാർക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇതിൽ ബ്രിട്ടീഷ് മ്യൂസിയമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു I.A. Richards, synesthesis means options: aesthetic enjoyment of work of art, a harmony and equilibrium of our impulses, the writer's imagination, an exemplastic power. സോ വേർഡ് ശ്രദ്ധിക്കുക: സിനസ്തേഷ്യ അല്ലെങ്കിൽ സിനസ്തസിസ്. ഇനി ആരാണ് ആ വേർഡ് പറഞ്ഞതെന്നുള്ളത് ആ ക്വസ്റ്റിനകത്ത് തന്നെ ഉണ്ട്. I.A. Richards ആണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ആൻ exemplastic power. It means in a way art can evoke a complex and integrated response in the reader, blending different senses and emotions. അതിനാണ് സിനസ്തസിസ് എന്ന് പറയുന്നത്. നമ്മളൊരു വർക്ക് വായിക്കുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസിനെ നമുക്ക് ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിനെയാണ്
എൻസംപ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേമായിട്ട് ഐ റിച്ചാർഡ്സ് യൂസ് ചെയ്ത ടേമാണ് സിനസ്തെസിസ്. എഗെയിൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡീഫെമിലിയറൈസേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹൂ? ഓപ്ഷൻസ്: റോമൻ ജേക്കോബ്സൺ, വിക്ടർ ഷ്ക്ലോസ്കി, ബോറിസ് തോമഷെഫി, ബോറിസ് അസൻബോം. ഓക്കെ, ആരാണ് ഡീഫെമിലിയറൈസേഷൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടർ ഷ്ലോസ്കി. ഹിസ് എ കീ ഫിഗർ ഇൻ റഷ്യൻ ഫോർമലിസം. ഓക്കെ, റഷ്യൻ ഫോർമലിസത്തിലെ ഒരു ഫിഗർ ആയിരുന്നു വിക്ടർ ഷ്ലോസ്കി. ഹി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് ഡീഫെമിലിയറൈസേഷൻ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവത്തിന് ഡീഫെമിലിയറൈസ് ചെയ്ത് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കോർഡിംഗ് ടു ലൂയി അൽത്തൂസർ, ഐഡിയോളജി ഇസ് എ സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റേഷൻസ്. അടുത്തൊരു ഓപ്ഷൻ: ഓവർ ഡിറ്റർമിനേഷൻ ഒക്കേഴ്സ് വെൻ എ സിംഗിൾ ഒബ്സർവ്ഡ് എഫക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്പിൾ കോസസ്. Althusser argued that the bourgeoisie maintained power by using only repressive state apparatus. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്, ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1 and 2 ആണ്. ഓക്കെ, അൽത്തൂസർ പറഞ്ഞു ഇതിൽ 2 കാര്യങ്ങളും കറക്റ്റാണ്, 3-ാമത്തെ കാര്യം തെറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് മാത്രമല്ല, അൽത്തൂസർ പറഞ്ഞിട്ടുണ്ട് ബൂർഷ്വാസീസ് പവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസും യൂസ് ചെയ്യാറുണ്ട്. സോ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിന് ഉദാഹരണങ്ങളാണ് സ്കൂൾസ്, മീഡിയ, റിലീജിയൻ ഒക്കെ വരുന്നത്. ഓക്കെ, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ് പോലീസ്, മിലിറ്ററി ഒക്കെ. സോ ഇത് രണ്ടും ഒരേപോലെ യൂസ് ചെയ്തിട്ടാണ് ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നാണ് അൽത്തൂസർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 2 കാര്യങ്ങളും കറക്റ്റാണ്. Nineteenth question. Which of the following books is not a part of Claude Lévi-Strauss's tetralogy? Mythologies. സോ മിത്തോളജീസ് എന്ന് പറയുന്ന ക്ലോഡ് ലെവി സ്ട്രോസിൻ്റെ ടെക്സ്റ്റാണ്. അതൊരു ടെട്രാളജി, ഒരു 4 ബുക്സ് വരുന്ന 4 ബുക്സ് അതിൻ്റെ ഒരു ഇതിലായിട്ട് എന്താ പറയുക, ഒരു എഡിഷനിൽ വരുന്നുണ്ട്, സീക്വൽസ് ആയിട്ട് എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആ സീരീസ്, ഒരു സീരീസ് എന്ന് തന്നെ പറയാം, 4 ബുക്സ് അടങ്ങുന്ന ഒരു സീരീസ്, അതിൽ വരാത്ത ബുക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ ഓർക്കേണ്ട കാര്യം, ഈ 4 വർക്ക്സിൻ്റെ ഓഥർ ക്ലോഡ് ലെവി സ്ട്രോസ് ആണ്. ഓപ്ഷൻസ്: ദ റോ ആൻഡ് ദി കുക്ക്ഡ്, ദി ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ്, ഫ്രം ഹണി ടു ആഷസ്, ദി സാവേജ് മൈൻഡ്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദി സാവേജ് മൈൻഡ് ആണ്. ഇത് നമ്മുടെ മിത്തോളജീസ് എന്ന് പറയുന്ന വർക്ക്സിൻ്റെ ആ സീരീസിലുള്ള വർക്ക് അല്ല. ഓക്കെ, ബാക്കി ഈ പറഞ്ഞിട്ടുള്ള ദ റോ ആൻഡ് ദി കുക്ക്ഡ്, ഫ്രം ഹണി ടു ആഷസ്, ദി ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ്, ഈ 3 ബുക്സും ഈ പറയുന്ന ടെട്രോളജിനകത്ത് വരുന്ന ബുക്സാണ്. Psychoanalysis is എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ക്രിട്ടിക്കൽ ടൂൾ, an analysis of the human mind, a form of therapy, a science of the human mind. ഓക്കെ, ഇതിനകത്ത് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് എന്തുവാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. റൈറ്റ് ആൻസർ ആയിട്ട് വരിക എ ഫോം ഓഫ് തെറാപ്പി. ഓക്കെ, സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് വിച്ച് എയിംഡ് ടു മേക്ക് ദി അൺകോൺഷ്യസ് കോൺഷ്യസ് ബൈ എക്സ്പ്ലോറിങ് റെപ്രസ്ഡ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. സോ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഒറ്റ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, റെപ്രസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് എങ്ങനെയാണ് നമ്മുടെ അൺകോൺഷ്യസ് കിടക്കുന്നത്, അതിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് എ ഫോം ഓഫ് തെറാപ്പി. According to Habermas, dash is made up of private people gathered together as a public and articulating the needs of society with the state.
ഓക്കെ, ഓപ്ഷൻസ് ഹാബിറ്റസ്, കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ, പബ്ലിക് സ്പിയർ, മോഡേണിറ്റി. പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ച ഒരു ഐഡിയ ആണ് പ്രൈവറ്റ് പീപ്പിൾ ഒന്നിച്ചിരുന്ന് പബ്ലിക്കിൽ വന്നിട്ട് പബ്ലിക്കിന് ആവശ്യമായത് എന്താണെന്ന് പറയുന്നതിനെ പറ്റിയിട്ട് പറയുന്നൊരു സാധനമാണ് പബ്ലിക് സ്പിയർ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു പബ്ലിക് സ്പിയർ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാന്നും ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹേബർമാസ് ആണ് ആൻസർ ആയിട്ട് വരിക. This is a place where citizens can freely discuss and debate out their political or any public concern. നമുക്കൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് പബ്ലിക്കായിട്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്പേസിനാണ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ആരാണ് ഈ ഐഡിയ പ്രസന്റ് ചെയ്തത്? ഹേബർമാസ്. ജർഗൻ ഹേബർമാസ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഫുൾ നെയിം. റൊളാൻഡ് ബാർത്സസ് ഡെത്ത് ഓഫ് ദി ഓഥർ ബിഗിൻസ് വിത്ത് എ റെഫറൻസ് ടു Balzac's Saracen, Foucault's What is an Author, Mallarmé's Les Fleurs du Mal, Flaubert's Madame Bovary. Okay, so ഡെത്ത് ഓഫ് ദി ഓഥർ വളരെ ഫേമസ് ആണ്. അല്ലെങ്കിൽ ഫ്രേസ് കോയിൻ ചെയ്തിട്ടുള്ളതാവട്ടെ ആ വർക്ക് എഴുതിയിട്ടുള്ളതും റൊളാൻഡ് ബാർത്സ് ആണ്. അത് തുടങ്ങുന്നത് ഏത് റെഫറൻസ് വെച്ചിട്ടെന്നാണ് ക്വസ്റ്റ്യൻ. ബാൽസാക്സിൻ്റെ സറാസിൻ എന്ന് പറയുന്ന ഒരു വർക്ക് വെച്ചിട്ടാണ് ഡെത്ത് ഓഫ് ദി ഓഥർ തുടങ്ങിയിട്ടുള്ളത്. അതൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഓക്കെ, ബാൽസാക്ക്, ഹൊണോറെ ഡെ ബാൽസാക്ക് എന്ന് പറയുന്ന ആളിൻ്റെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള സറാസിൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇറ്റ് വാസ് അബൌട്ട് ദി ഡിമിനിഷിങ് റോൾ ഓഫ് ദി ഓഥർ ഇൻ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. സോ അപ്പോൾ ഒരു വർക്ക് വായിക്കാൻ നമുക്ക് ഓഥറിനെ പറ്റിയിട്ടൊന്നും അറിയണ്ട എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഫെമിനിസ്റ്റിക് ടെക്സ്റ്റ് ആണ് അവിടെ തന്നിട്ടുള്ളതെല്ലാം. ഓതേഴ്സിൻ്റെ പേരാണ് ലിസ്റ്റ് 1, വർക്കിൻ്റെ പേരാണ് ലിസ്റ്റ് 2. ഓതേഴ്സ് ഗെർമെയിൻ ഗ്രീർ, ബെറ്റി ഫ്രീഡൻ, കേറ്റ് മില്ലറ്റ്, ഹെലൻ സിക്സോ. Works The Feminine Mystique, Portrait of Jacques Derrida as a Young Jewish Saint, The Female Eunuch, Sexual Politics. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കും ആണ്, ഓതേഴ്സും ആണ്. ഇതിൽ കറക്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഗെർമെയിൻ ഗ്രീറിൻ്റെ വർക്കാണ് ദ ഫീമെയിൽ യൂനക്. ബെറ്റി ഫ്രീഡൻ്റെ വർക്കാണ്, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദി ഫെമിനിൻ മിസ്റ്റീക്ക്. കേറ്റ് മില്ലറ്റിൻ്റെ വർക്കാണ് സെക്ഷൽ പൊളിറ്റിക്സ്. ഹെലൻ സിക്സുവിൻ്റെ വർക്കാണ് പോർട്രേറ്റ് ഓഫ് ജാക്വസ് ഡെറിഡ ആസ് എ യങ് ജൂയിഷ് സെയിൻറ്റ്. ഫെമിനിസം ആൻഡ് സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഇസ് ദി സബ് ടൈറ്റിൽ ഓഫ്, ഓക്കെ, ഒരു ബുക്കാണ് അവിടെ പറയുന്നത്. അതേത് വർക്കിൻ്റെ സബ് ടൈറ്റിലാണ് ഫെമിനിസം ആൻഡ് ദി സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ബോഡീസ് ദാറ്റ് മാറ്റർ, ജെൻഡർ ട്രബിൾ, എക്സൈറ്റബിൾ സ്പീച്ച്, അൺഡൂയിങ് ജെൻഡർ. എനിക്ക് ഇതെല്ലാം ഫെമിനിസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. തിയറി പോർഷനിൽ നിന്നാണ്. ഇവിടെ ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് ദി സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി. ജെൻഡർ ട്രബിളിൻ്റെ സബ് ടൈറ്റിലായിരുന്നു അത്. ജെൻഡർ ട്രബിൾ ആരുടെ വർക്കായിരുന്നു? ജൂഡിത്ത് ബട്ട്ലറിൻ്റെ വർക്കായിരുന്നു ജെൻഡർ ട്രബിൾ. ദി എഡിറ്റർ ഓഫ് ദി ബുക്ക് നേഷൻ ആൻഡ് നരേഷൻ. ഓക്കെ, വർക്കിൻ്റെ ഓതറിനെ അല്ല ചോദിച്ചിരിക്കുന്നത്, എഡിറ്ററിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊരു കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്, അതുകൊണ്ടാണ് ഓതർ അല്ല എഡിറ്റർ എന്ന് പറയുന്നത്. സോ ആരുടെ വർക്കാണ് നേഷൻ ആൻഡ് നരേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എഡ്വേർഡ് സെയ്ദ്, ബിൽ ആഷ്ക്രാഫ്റ്റ്, ഹോമി കെ ബാബ, പാർത്ഥ ചാറ്റർജി. സോ ഓൾറെഡി ഓർക്കുക, അതൊരു നോൺ ഫിക്ഷൻ വർക്കാണ്, കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. ഹോമി കെ ബാബയാണ് അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത്. ഒരു നാഷണലിസം, ഐഡൻറ്റിറ്റി, നറേറ്റീവ് അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ വർക്ക്സിൻ്റെ ഉള്ളിൽ, എസ്സേസിൻ്റെ ഉള്ളിൽ പറയുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് കൾച്ചറൽ മെറ്റീരിയലിസം? കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന വേറൊരു ഐഡിയയുടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് നോട്ടാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ്, ഡിസ്കോഴ്സ് അനാലിസിസ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്,
തിയററ്റിക്കൽ മെത്തേഡ് കുറച്ചൊരു ഈസി സാധനമാണ്. തിയററ്റിക്കൽ മെത്തേഡ് കൾച്ചറൽ മെറ്റീരിയൽസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുന്നതാണ്. ഡിസ്കോഴ്സ് അനാലിസിസ് ഉണ്ട്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു തിയററ്റിക്കൽ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ശരൺ കുമാർ ലിംബാലെ, ദളിത് ഓതറാണ് ശരൺ കുമാർ ലിംബാലെ. പുള്ളിക്കാരൻ്റെ ഓട്ടോബയോഗ്രഫി ഏതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് പ്രജ്ഞസൂര്യ, അക്കർമാഷി, ബഹുജൻ, ശുണ്ട്. ഒരു സംശയം വേണ്ട, അക്കർമാഷിയാണ് ശരൺ കുമാർ ലിംബാലയുടെ ഓട്ടോബയോഗ്രഫി. ദി സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് CCCS വാസ് ക്ലോസ്ഡ് ഇൻ. ഓക്കെ, എപ്പോഴാണ് CCCS ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ദി സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. സോ ഇനി ഒരു അഡീഷണലായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബർമിംഗ്ഹാമിലാണ് നമ്മുടെ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് ഫോം ചെയ്തിട്ടുള്ളത് ഇൻ ദി ഇയർ 1964. പക്ഷെ അത് ക്ലോസ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ചോദിച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ ആണ് 1964. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ക്ലോസ് ചെയ്ത ഇയർ അത് 2002 ആണ്. 1988 എന്നൊക്കെ ഒരിടത്ത് കണ്ടു, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അതൊന്നും ഇല്ല. 2002 ആണ് മെയിനായിട്ടും ആൻസറായിട്ട് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. സോ 1964 ബർമിംഗ്ഹാമിലാണ് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് വരുന്നത്. അത് ക്ലോസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2002. Next question. Every human society has its own shape, its own purposes, its own meaning. Every human society expresses these in institutions and in arts and learning. These lines occur in. ഒരു കോട്ടാണ് തന്നിട്ടുള്ളത്. ഏതോ ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കോട്ടാണ്. എവിടെ നിന്നുമാണിത് വന്നിട്ടുള്ളത്? ഓപ്ഷൻസ് ദി ഐഡിയാസ് ഓഫ് കൾച്ചർ, കൾച്ചർ ഈസ് ഓർഡിനറി, പ്രോബ്ലംസ് ഓഫ് മെറ്റീരിയലിസം, അഡ്വർടൈസിങ് ദി മാഗ്നറ്റിക് സിസ്റ്റം. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് ദി ഐഡിയാസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന വർക്കിലാണ് ഈ ലൈൻ വരുന്നത്. ഈ വർക്കിൻ്റെ ഓതർ റെയ്മണ്ട് വില്യംസ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ദി ഐഡിയാസ് ഓഫ് കൾച്ചർ. Question 30. The Ecocriticism reader, Landmarks in Literary Ecology, was first published in 1996, 1986, 1982, 1990. ഇപ്പോൾ ഏത് ഇയറിലാണ് ദി എക്കോക്രിറ്റിസിസം റീഡർ ലാൻഡ്മാർക്സ് ലിറ്റററി ഇക്കോളജി എന്ന് പറയുന്ന വർക്ക് പുറത്തു വന്നിട്ടുള്ളത്? സോ ഇറ്റ് വാസ് ഇൻ ദി ഇയർ 1996. ഇതിൻ്റെ എഡിറ്റേഴ്സ് ആയിരുന്നു, ഇതൊരു കളക്ഷൻ ഓഫ് എസ്സേസ് ആയിരുന്നു. എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഷെറിൽ ഗ്ലോട്ട് ഫെറ്റ്ലി ആൻഡ് ഹെറോൾഡ് ഫ്രോം ആയിരുന്നു. ഓക്കെ, 1996 ഈ വർക്ക് പുറത്തു വരുന്നത്. ഡാഷ് ഇസ് ദാറ്റ് പ്രോപ്പർ പ്ലേസിംഗ് ഓഫ് തിങ്സ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈസ് പെർഫെക്റ്റ് ടു അറോസ് റസ ആൻഡ് ടു അവോയ്ഡ് സർട്ടൻ തിങ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ടു പ്രൊവോക്ക് രസ. ഓക്കെ, രസത്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്കൂളിനകത്ത് വരുന്ന രസ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. രസയെ പ്രൊവോക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് അനുമാന, രീതി, സ്ഫോട, ഔചിത്യ. ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് അനുമാന, കാരണം ബാക്കിയെല്ലാം രസയെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. സോൾ ബെലോ വാസ് അവാർഡഡ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു നോബൽ പ്രൈസ് അവാർഡഡ് ആയിട്ടുള്ള ഒരു ഓത്തറിൻ്റെ പേര് വന്നിട്ട് അത് ഏത് ഇയറാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോൾ ബെലോവിനാണ്. സോൾ ബെലോയ്ക്ക് കിട്ടുന്നത് 1976. ഞാൻ ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. സോൾ ബെലോയ്ക്ക് കിട്ടുന്നത് 1976. ദി ഫ്യൂച്ചർ പോയിട്രി വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദി മന്ത്ലി റിവ്യൂ. ആര്യ, അരണ്യ, ഭാരതി, ആനന്ദമേള. ഓക്കെ,
അപ്പോൾ ദി ഫ്യൂച്ചർ പോയിട്രി, ആദ്യം അറിയേണ്ടത് ആരാണ് ഫ്യൂച്ചർ പോയിട്രി എഴുതിയത്, ദെൻ അത് ഏത് മന്ത്ലി റിവ്യൂവിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മന്ത്ലി റിവ്യൂ അരണ്യാണ്. ഇത് ദി ഫ്യൂച്ചർ പോയിട്രി എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് വൺ ഓഫ് ദി ഫേമസ് ഇന്ത്യൻ ഓഥർ AK രാമാനുജൻ. ഓക്കെ, ഹോം ഈസ് വെയർ വി gather grace is the concluding line of the poem. ഓപ്ഷൻസ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു പോയത്തിലെ ലൈനാണ്. ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി, ദി പാട്രിയോട്ട്, നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ, എൻ്റർപ്രൈസ്. സോ ഏതാണ്? ഹോം ഇസ് വെയർ വി ഗ്യാദർ ഗ്രേസ് ഇസ് ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. സോ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി ആരുടെ വർക്കാണ്? നിസിം എസക്കിയേൽ. പുള്ളിക്കാരൻ്റെ തന്നെയാണ്. ബാക്കി ഈ 4 പോംസും പുള്ളിക്കാരൻ്റെ തന്നെയാണ്. ദിസ് നോവൽ ബൈ നയൻതാര സെഹ്ഗൽ വൺ ദി സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ 1986. നയൻതാര സെഹ്ഗലിന് 1986 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർക്ക് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: സ്റ്റോം ഇൻ ചണ്ഡീഗഡ്, റിച്ച് ലൈക്ക് അസ്, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി, പ്രിസൺ ആൻഡ് ചോക്ലേറ്റ് കേക്ക്. സോ ഇതിൽ നയൻതാര സെഹ്ഗലിൻ്റെ അവാർഡ് കിട്ടിയ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർക്കാണ് സ്റ്റോം ഇൻ ചണ്ഡീഗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ഇസ് ദി നരേറ്റർ ഇൻ രാജാറാവുസ് കാന്താപുര? ഇപ്പോൾ രാജാറാവു നമ്മുടെ ഇന്ത്യൻ ഓഥറാണ്. ഇൻഡിപെൻഡൻസ് ഇറയിലുള്ളതും ഇന്ത്യൻ ഓതേഴ്സ് ഇൻ ഇംഗ്ലീഷിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാവു. RK നാരായൺ. ആ ഫിഗേഴ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സോ ഇതിൽ കാന്താപുരയുടെ നരേറ്റർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: മൂർത്തി, അച്ചക, നരസമ്മ, വെങ്കമ്മ. സോ ഇവിടെ ഓപ്ഷൻ നരസമ്മ. ഷി വാസ് ആൻ എൽഡർലി വുമൻ, ഓൾസോ ദി സെൻട്രൽ ക്യാരക്ടർ ഇൻ രാജാറാവുസ് കാന്താപുര. Which of the following books by Achebe owes its title to the closing lines of T.S. Eliot's poem Journey of the Magi? സോ 4 വർക്ക്സ് അച്ചബിയുടെ ചിനുവാച്ചബിയുടെ വർക്ക്സ് തന്നിട്ടുണ്ട്. ഇതിലേത് വർക്കിൻ്റെ ടൈറ്റിലാണ് T.S. എലിയറ്റിൻ്റെ ജേർണി ഓഫ് ദ മജയുടെ ലാസ്റ്റ് ലൈനായിട്ട് വരുന്നത്? ഓപ്ഷൻസ്: തിങ്സ് ഫോൾ അപ്പാർട്ട്, ആർ ഓഫ് ഗോഡ്, ആൻഡിൽസ് ഓഫ് ദി സവന്ന, നോ ലോങ്ങർ അറ്റ് ഈസ്. സോ ഇവിടെ ഓപ്ഷൻ നോ ലോങ്ങർ അറ്റ് ഈസ്. സോ മേ ബി ഇത് തിരിച്ച് ചോദിക്കാവുന്നതാണ്. അച്ചബിയുടെ നോ ലോങ്ങർ അറ്റ് ഈസ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T.S. എലിയറ്റിൻ്റെ ജേർണി ഓഫ് ദ മജയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. നാഗമണ്ഡല ഇസ് എ പ്ലേ വിത്തിൻ എ പ്ലേ. റാണി ഇസ് ദ നറേറ്റർ ഇൻ നാഗമണ്ഡല. The subtitle of Nagamandala is Play with a Cobra. Nagamandala follows the tradition of Yakshagana. എന്നിട്ട് അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ആദ്യം ഓർക്കേണ്ട കാര്യം, നാഗമണ്ഡലയുടെ ഓഥർ ആരാണ്? ഗിരീഷ് കർണാടാണ്. ഇനി ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, അപ്പോഴാണ് നമുക്ക് ട്രൂ ആയിട്ടുള്ളത് കിട്ടുക. ഇവിടെ ഓപ്ഷൻ കറക്റ്റ് എന്ന് വരുന്നത് 1, 3 and 4 ആണ്. ബിക്കോസ് റാണി ഇസ് നോട്ട് ദി നറേറ്റർ ഓഫ് നാഗമണ്ഡല. റാണിയാണ് മെയിൻ ക്യാരക്ടർ, പക്ഷേ ആരല്ല? നറേറ്റർ അല്ല. നാഗമണ്ഡല ഇസ് എ പ്ലേ വിത്തിൻ എ പ്ലേ. സബ്ടൈറ്റിൽ പ്ലേ വിത്ത് കോബ്ര എന്നുമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള യക്ഷഗാന രീതി ഫോളോ ചെയ്ത് തന്നെയാണ് നാഗമണ്ഡല എഴുതിയിട്ടുള്ളത്. ദ ഡെബ്യൂ നോവൽ ഓഫ് ഗുഗി വാന്തിയോങ്കോ. സോ ഗുഗി വാന്തിയോയുടെ ആദ്യത്തെ വർക്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: വീപ്പ് നോട്ട് ചൈൽഡ്, എ ഗ്രെയിൻ ഓഫ് വീറ്റ്, ദ റിവർ ബിറ്റ്വീൻ, ഡീകോളനൈസിങ് ദ മൈൻഡ്. എല്ലാവരും കേട്ടിട്ടുള്ള അറിയുന്ന വർക്കാണ് ഡീകോളനൈസിങ് ദ മൈൻഡ്, പക്ഷെ അതല്ല ഫസ്റ്റ് വർക്ക്. വീപ്പ് നോട്ട് ചൈൽഡ് ആണ് ഫസ്റ്റ് വർക്ക്. ഫ്രാൻസ് ഫാനൻ വാസ് എ ഡാഷ് ബൈ പ്രൊഫഷൻ. ഫ്രാൻസ് ഫാനൻ ഒത്തിരി നമുക്കറിയുന്ന ഒരാളാണ്, ഓഥറാണ്, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ
പ്രൊഫഷൻ എന്തുമായിരുന്നു? ഓപ്ഷൻസ് ടീച്ചർ, സൈക്യാട്രിസ്റ്റ്, അറ്റോർണി, ലൈബ്രറിയൻ. ഫാനൻ ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓമറോസ് ഇസ് ആൻ എപ്പിക് പോം റിട്ടൺ ബൈ. ഓപ്ഷൻസ് ഡെറക് വാൾക്കോട്ട്, ജോർജ് ലാമിംഗ്, എഡ്വേർഡ് ബ്രാത്ത്വൈറ്റ്, അറ്റോൾ ഫുഗാർഡ്. സോ ആരാണ് ഓമറോസ് എന്ന് പറയുന്ന എപ്പിക്കായിട്ടുള്ള പോയം എഴുതിയിട്ടുള്ളത്? ഡെറക് വാൾക്കോട്ടാണ്. തോംസൺ ഹൈവേസ് The Rust Sisters is a novel, short story collection, poetry collection, play. So Thomas Hiveyയുടെ The Rust Sisters is a play. Which of the following novels of Michel Ondaatje describes the brutality of the Sri Lankan Civil War? ഫേമസ് ആയിട്ടുള്ളൊരു ശ്രീലങ്കൻ ഓഥറാണ് മൈക്കൽ ഒണ്ടാൻജി. സോ ഇതിലേത് വർക്കാണ് ശ്രീലങ്കൻ സിവിൽ വാറിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ബ്രൂട്ടാലിറ്റീസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻസ് ദി ഇംഗ്ലീഷ് പേഷ്യൻറ്റ്, ഇൻ ദി സ്കിൻ ഓഫ് എ ലയൺ, അനിൽസ് ഗോസ്റ്റ്, കമ്മിങ് ത്രൂ സ്ലോട്ടർ. സോ ഇവിടെ ഓപ്ഷൻ സി, അനിൽസ് ഗോസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ബ്രൂട്ടാലിറ്റി ഓഫ് ശ്രീലങ്കൻ സിവിൽ വാർ. Next question. A Midsummer Eve's Dream is a work by. Options William Shakespeare, A.D. Hope, Judith Wright, Les Murray അല്ലെ ലേ മുറേ. സോ നമ്മൾ കേട്ടിട്ടുള്ള വർക്കാണ് എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം. സോ അത് നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കായിരുന്നു. അത് തെറ്റിക്കാനായിട്ട് തന്നെ ആദ്യം ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മിഡ്സമ്മർ ഈവ്സ് ഡ്രീം എഴുതിയിട്ടുള്ളത് A.D. ഹോപ്പാണ്. ഓക്കെ, അതൊരു പോമാണ്. ദ നാഷണാലിറ്റി ഓഫ് ദി ഓഥർ സാലി മോഗൻ. സോ സാലി മോഗൻ്റെ നാഷണാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഓസ്ട്രേലിയൻ, കനേഡിയൻ, ശ്രീലങ്കൻ, കരീബിയൻ. സാലി മോഗൻ ഇസ് an Australian author. Which of the following is the autobiography of Taslima Nasrin? Options Ledza, Amar Meyebela, Taslima Nasrinir Godyo Podyo Shot. സോ എല്ലാവരും കേട്ടിട്ടുള്ള തസ്ലീമ നസ്രിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ലജ്ജ ഓർ ഷെയിം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഓട്ടോബയോഗ്രഫി ഏതെന്നാണ്. ഓപ്ഷൻ സി ഗൊദ്യോ പോദ്യോ ആണ് ബംഗ്ലാദേശി റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള തസ്ലീമ നസ്രിൻ്റെ ഓട്ടോബയോഗ്രഫി. Which of the following is the correct phonetic transcription of the word archipelago? സോ ഇത് ഓപ്ഷൻസ് ആയിട്ട് വായിക്കുന്നില്ല. കറക്റ്റായിട്ട് എഴുതുന്നത് ഓപ്ഷൻ എ ആർക്കിപെലാഗോ. In Proto-Germanic, a sound shift took place in which the Indo-European voiceless stops became voiceless fricatives, voiced stops became voiceless stops, and voiced aspirated stops become simple voiced stops. Which among the following formulations is associated with the above changes? ഇതൊന്നുമല്ല, ഏതോ ഒരു ലോയെ പറ്റിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഒരു പ്രോട്ടോ ജെർമാനിക് സൗണ്ട് ഷിഫ്റ്റാണ്. അത് ഇൻഡോ യൂറോപ്യൻ വോയിസ്ലെസ്സിനെയൊക്കെ പിന്നീട് വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സും വോയിസിനെയൊക്കെ വോയിസ്ലെസ്സും ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അത് ഏത് ലോയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെർണേസ് ലോ, ഗ്രിംസ് ലോ, ഗ്രാസ്മാൻസ് ലോ, ലെഹ്മാൻസ് ലോ. ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഗ്രിംസ് ലോ ആണ് പ്രോട്ടോ ജെർമാനിക് സൗണ്ട് ഷിഫ്റ്റ് തിരിച്ച് ഇൻഡോ യൂറോപ്യനിലോട്ട് മാറുന്നതിനെയാണ്. തിരിച്ചും ഇൻഡോ യൂറോപ്യനും പ്രോട്ടോ ജെർമാനിക്കും വരുന്നത് ഗ്രിംസ് ലോയിലാണ്. The contextual variants of the same morpheme are called free morphemes, allomorphs, lexical morphemes, allophones. ഇപ്പോൾ കോണ്ടെക്സ്ച്വൽ വേരിയേഷൻസിനെ പറ്റിയിട്ടാണ് ചോദ്യം.
ഇതിൽ ആൻസറായിട്ട് വരുന്നത് ആലോമോർഫ്സ് ആണ്. ഒരേ മോർഫീമിനെ തന്നെ വേറെ വേറെ സെൻറ്റൻസസിൽ അല്ലെങ്കിൽ വേർഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ അത് മാറുന്നതിനെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അതിനാണ് ആലോമോർഫ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് CATS ക്യാറ്റ്സ്, അതിൽ ഇസിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സാ പോലെ പറയും. അതിനെ തന്നെ ഡോഗ്സിനകത്താക്കുമ്പോഴത്തേക്കും Z വരും. ഹോസസ് എന്നാക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈവൻ തോ യെസ് തന്നെ ആണെങ്കിലും 3 രീതിയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതിനെയാണ് ആലോമോർഫ്സ് എന്ന് പറയാം. 50th question. Place names ending with by, Toft, Thwaite and Thorpe are examples of dash influence on Old English. സോ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഇൻഫ്ലുവൻസ് പലതിലും കാണുന്നുണ്ട്. അതിൽ ഈ തോർപ്പ്, തോഫ്റ്റ്, ത്വൈറ്റ്, ബ്രാത്ത്വൈറ്റ് എന്നൊക്കെ ആ സ്ഥലപ്പേരുകൾ ഏത് ഇൻഫ്ലുവൻസിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്? അതിൻ്റെ ഓപ്ഷൻസ് ഫ്രഞ്ച്, ലാറ്റിൻ, Celtic and Danish. So here the right option is Danish. Danish ഇൻഫ്ലുവൻസിലാണ് പ്ലേസ് നെയിംസിൻ്റെ എൻഡിങ്സ് ബൈ, വിച്ച് ബൈ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വരുന്നത് ഡാനിഷ് ഒറിജിനിലാണ്. The word mutton is derived from Latin, French, Norse, Anglo-Saxon. So mutton എന്ന് പറയുന്നത് ഒരു നോസ് വേർഡാണ്. വൈക്കിങ്സ് കൊണ്ടുവന്നിട്ടുള്ള വൈക്കിംഗ് ഇൻഫ്ലുവൻസ് കാരണം വന്നിട്ടുള്ള ഒരു വേർഡാണ് മട്ടൺ. നോസ് നിന്നുമാണ് അത് വന്നിട്ടുള്ളത്, നോട്സ്. ഡാഷ് ഇസ് എ പ്രോസസ് whereby a vowel is elided and the consonants on either side of it are run together with the result that a syllable is lost. സോ ഇവിടെ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല ബിക്കോസ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ ഉള്ളിലില്ല. എലിഷൻ അല്ലെങ്കിൽ ഒമിഷൻ, എലിഷൻ എന്നാണ് അതിനെ പറയുന്നത്, ELISION. Elision is the process in whereby a vowel is elided and the consonants on either side of it are run together. Syncopation എന്ന് വെച്ച് കഴിഞ്ഞാൽ വവലിനെ തന്നെ മാറ്റുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം ടെലസ്കോപ്പിങ്ങും അത് തന്നെയാണ്. സോ രണ്ടിനും പറയുവാണെങ്കിൽ ടെലസ്കോപ്പിങ്ങിനകത്ത് വേർഡ് ഫോർമേഷനുള്ളൊരു പ്രോസസ്സാണ്. വേറെ പാർട്ട് ഓഫ് എ വേർഡ് ഈസ് ഷോർട്ടൻഡ്, ഏതെങ്കിലും ഒരു വേർഡിനെ ഷോർട്ടൻ ചെയ്യും. സിങ്കോപ്പേഷനകത്ത് വരുന്നത് വവലിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അബ്രിവേഷനകത്താണെങ്കിൽ അറിയാലോ, അബ്രിവേറ്റ് ചെയ്യുന്നത് വലിയൊരു വേർഡിൻ്റെ ആദ്യത്തെ ഇപ്പോൾ ICU എന്ന് പറയുന്ന ഒരു അബ്രിവേഷനാണ്. മെറ്റാനാലിസിസ് ഇതുമായിട്ട് വേറൊരു സാധനമാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഇതിൻ്റെ ഉള്ളിലില്ല. എലിഷൻ എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. Next question, the idiom kill the fatted calf is derived from. So kill the fatted calf അതൊരു ഇഡിയമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ. അത് എവിടെ നിന്നുമാണ് വന്നിട്ടുള്ളത്? ഓപ്ഷൻസ് ഷേക്സ്പിയർ, ദി ബൈബിൾ, ദി ഇലിയഡ്, പാരഡൈസ് ലോസ്റ്റ്. സോ കിൽ ദി ഫാറ്റഡ് കാഫ് അത് വന്നിട്ടുള്ളത് ബൈബ്ലിക്കലായിട്ടുള്ളൊരു ഇഡിയമാണ്. ലൂക്ക് 15:23 വരുന്നൊരു ഇഡിയമാണ് കിൽ ദി ഫാറ്റഡ് കാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. Lang is exclusive side of language, but parole is the legislative side. The relation between the signifier and signified is arbitrary. The paradigmatic relationship exists in a horizontal plane. So ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the right answer here is 2 only. Okay. കാരണം ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ്. പരോളാണ് എക്സിക്യൂട്ടീവ് സൈഡും ലാങ് ആണ് ലെജിസ്ലേറ്റീവ് സൈഡ്. മൂന്നാമത്തേതിനകത്താണെങ്കിൽ പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് വേർട്ടിക്കലി ആണ് കാണിക്കുന്നത്, ഹൊറിസോണ്ടലി അല്ല. സോ കറക്റ്റായിട്ടുള്ളത് സിഗ്നിഫൈഡിൻ്റെ റിലേഷൻഷിപ്പ് ആർബിട്രറി ആണെന്നുള്ളത് മാത്രമാണ്. ദി വേർഡ്സ് ക്വാണ്ടം ആൻഡ് വാക്യൂം ആർ ഡിറൈവ്ഡ് ഫ്രം. സോ ഇത് രണ്ടും എവിടെ നിന്നുമാണെന്നാണ് ക്വസ്റ്റ്യൻ. ലാറ്റിൻ. ഓക്കെ, ബാക്കി ഞാൻ ഓപ്ഷൻസ് ഇതായിരുന്നു: ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ, ഫ്രഞ്ച്. ക്വാണ്ടം, വാക്യൂം രണ്ടും എടുത്തിട്ടുള്ളത് ലാറ്റിനിൽ നിന്നുമാണ്. ദി ഫസ്റ്റ് നോവൽ ഓഫ് സർ വാൾട്ടർ സ്കോട്ട്
So the first novel of Sir Walter Scott, Ivanhoe, Waverley, Kenilworth, Rob Roy. സോ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് വേവേർലി ആണ്. പുള്ളിക്കാരൻ്റെ നോവൽസിനെ പിന്നീട് വേവേർലി നോവൽസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. A Vindication of the Rights of Women was published in 1789, 1798, 1792, 1790. So the correct answer is 1792. 92 ആണ് ഓർത്തോണം. Vindication of the Rights of Women വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ വർക്കാണ്. Thomas Dickens's On the Knocking at the Gate in Macbeth refers to dash of the Macbeth. So തോമസ് ഡിക്കൻസിൻ്റെ ഒരു വർക്കാണ് ഓൺ ദി നോക്കിംഗ് അറ്റ് ദി ഗേറ്റ് ഇൻ മാക്ബത്ത്. സോ അത് മാക്ബത്തിലെ ഒരു സീനിനെ റെഫർ ചെയ്താണ് എഴുതിയിട്ടുള്ളത്. ആ സീൻ ഏതാണ്, ഏത് സീനിലാണ് ആ ഒരു നോക്കിങ് വരുന്നത്? ഓപ്ഷൻസ് ആക്ട് 2 സീൻ 3, ആക്ട് 1 സീൻ 1, ആക്ട് 4 സീൻ 2, ആക്ട് 3 സീൻ 1. കറക്റ്റ് ആൻസർ ആക്ട് 2 സീൻ 3. The Great Exhibition of 1851 was conducted in ഏത് സ്ഥലത്ത് വെച്ചാണ് ഗ്രേറ്റ് എക്സിബിഷൻ? അതിനകത്ത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഗ്രേറ്റ് എക്സിബിഷൻ നടന്ന വർഷം 1851. സോ അതെവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻസ് ഹൈഡ് പാർക്ക്, വെസ്റ്റ്മിൻസ്റ്റർ, ഡബ്ലിൻ, ബ്രാഡ്ഫോർഡ്. സോ 1851 ഹൈഡ് പാർക്കിൽ വെച്ചായിരുന്നു ഗ്രേറ്റ് എക്സിബിഷൻ നടക്കുന്നത്. Which of the following is a poem by Alfred Lord Tennyson? സോ ഇതിൽ ഏതായിരുന്നു ടെന്നിസന്റെ വർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. Paracelsus, The Holy Grail, Pauline, The Faithful Shepherdess. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദി ഹോളി ഗ്രെയിൽ. ഓക്കെ, ഇപ്പോൾ 60 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ട്. 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ബാക്കി 60 അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ്. താങ്ക് യു.